ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഷിരൂരിൽ, അതായത് അർജുൻ്റെ മൃതദേഹം കാണാതായിട്ട് ദിവസങ്ങളായി. ഏതായാലും ഇന്ന് അവിടെ ഷിരൂരിൽ ഒരു മൃതദേഹം കടലിൽ ഒഴുകിയ നിലയിൽ കാണാനായി സാധിച്ചിട്ടുണ്ട്. അത് ആരതാണെന്ന് വ്യക്തമായിട്ടില്ല. ഏതായാലും ഈ മൃതദേഹം അഗനാശിനി ബാഡ എന്ന സ്ഥലത്താണ് കണ്ടിട്ടുള്ളത്. ഏതായാലും ഷിരൂരിൽ നിന്നും 60 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മൃതദേഹം ജീർണിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ കടൽ മന്നൻ ഈശ്വർ മാൽപ്പെ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അതായത് ഈശ്വർ മാൽപ്പയും സംഘവും അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതിനൊരു സ്ഥിരീകരണം വരുത്താൻ വേണ്ടി അതായത് പോലീസും അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. ഈ മൃതദേഹം കണ്ടെത്തിയെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമുക്കൊരു വ്യക്തത വരും. ഏതായാലും പോലീസ് എത്തിയ ശേഷമേ അത് പരിശോധിക്കൂ എന്നും ഈശ്വർ മാൽപ്പെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്ഥിരീകരണം വരുത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ DNA ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ ഉറപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു. നമുക്കൊരു ചെറിയ പ്രതീക്ഷ നൽകുന്നത് ഏതായാലും മൃതദേഹം ആണിൻ്റേതാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷ അർജുൻ്റെ മൃതദേഹമാണോ എന്നൊരു ചെറിയ പ്രതീക്ഷയുമുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ വ്യക്തമായ ചിത്രം ലഭിക്കും. പോലീസ് ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയും പോയിട്ടുണ്ട്. അവിടെ ഈശ്വർ മാൽപ്പ എത്തിയ ശേഷം ഉദ്യോഗസ്ഥന്മാർ എത്തിയ ശേഷം മാത്രമേ പരിശോധിക്കൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ DNA പരിശോധന നടത്തി കൃത്യമായി ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ മൃതദേഹം ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.